തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ബിജെപി കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി 20 കൌൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി ഉത്തരവ്. CPM പാർലമെന്ററി പാർട്ടി നേതാവും കൌൺസിലറുമായ SP ദീപകിന്റെ ഹർജിയിലാണ് നടപടി. ദൈവനാമത്തിൽ എന്നതിന് പകരം അവരവർക്ക് ഇഷ്ടമുള്ള പല ദൈവങ്ങളുടെ പേരിലും ബലിദാനികളുടെ പേരിലുമായിരുന്നു ഇവർ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് 20 കൌൺസിലർമാരുടെയും സത്യപ്രതിജ്ഞ അസാധുവാക്കിക്കൊണ്ടുള്ള വിധി പറഞ്ഞത്. തിരുവനന്തപുരം നഗരസഭയിലെ 19 ബിജെപി കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കി. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ വീണ്ടും നടത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. LDFന്റെ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. സത്യപ്രതിജ്ഞ റദ്ദാക്കിയത് ബിജെപിക്ക് ശക്തമായ തിരിച്ചടിയാണ്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ റദ്ദാക്കിയവരിൽ പെടുന്നു. ആൾ ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ ഭരണഘടനാ ലംഘനമാണ് നടന്നത് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. 2025 ഡിസംബർ 1-നായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. ഇതിനെതിരെ തിരുവനന്തപുരം നഗരസഭയിലെ LDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കാണ് ഹർജി നൽകിയത്. നേരത്തെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിനെതിരെ LDF രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി ഇതുവരെ ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. നിയമമനുസരിച്ച് ദൈവനാമത്തിലോ സഗൗരവമായോ സത്യപ്രതിജ്ഞ ചെയ്യാം. എന്നാൽ ഇഷ്ടപ്പെട്ട പ്രത്യേക ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഇടതുപക്ഷം വാദിക്കുകയായിരുന്നു. ഇതാണിപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. 19ഓളം കൌൺസിലർമാർ അയ്യപ്പസ്വാമി, ആറ്റുകാലമ്മ, പത്മനാഭസ്വാമി, ഭാരതാംബ, ബലിദാനി എന്നിവയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവർക്കാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരിക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50-ലധികം സീറ്റുകൾ നേടിയാണ് BJP ആദ്യമായി തിരുവനന്തപുരത്ത് അധികാരത്തിൽ എത്തിയത്. കടകംപള്ളി വാർഡിലെ BJP കൌൺസിലർ JR രാജീവ് അയ്യപ്പന്റെ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ശരണം വിളിച്ചുകൊണ്ടാണ് JR രാജീവ് സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. കരമന വാർഡ് കൌൺസിലർ സംസ്കൃതത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. മുൻ DGPയും ശാസ്തമംഗലം നിന്നുള്ള കൌൺസിലറുമായ R ശ്രീലേഖ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ദേ മാതരം പറഞ്ഞിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം BJP പ്രവർത്തകർ കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ RSS ഗണഗീതം പാടിയതും വിവാദമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.